ഈ പോസ്റ്റർ യുദ്ധം അത് കേരളത്തിൽ ഒതുങ്ങുന്നില്ല എന്ന് തോന്നുന്നു. ഡൽഹിയിലും അവിടെ ഡൽഹി കേരള ഹൗസിന്റെ മുന്നിൽ പോലും ഫ്ലെക്സുകൾ പ്രകടമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ തന്നെ ഉറ്റുനോക്കുന്നുണ്ടാകുമല്ലോ അല്ലേ AICC നേതൃത്വം? അതിനിടയിൽ ഒരു ചെറിയ വിവരം കൂടി പറഞ്ഞോട്ടെ. ഈ കെ മുരളീധരന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ടല്ലോ. കെ മുരളീധരൻ പൊതുവെ ഇതിനെല്ലാം എതിരായിട്ടാണ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം വളരെ കൃത്യമായി തന്നെ പറയുന്നത് VD സതീശൻ മുന്നോട്ട് വെക്കുന്ന നിലപാട് എന്താണ്, ആ നിലപാട് കൂടിയാണ് പരോക്ഷമായി കെ മുരളീധരൻ ആവർത്തിക്കുന്നത്. ഇത് MLA-മാരുടെ ഭൂരിപക്ഷം മാത്രമല്ല, ഇത് പൊതുജനങ്ങളുടെ വികാരം പരിഗണിക്കണം, അതോടൊപ്പം തന്നെ ഘടകകക്ഷികളുടെ അഭിപ്രായം പരിഗണിക്കണം, എല്ലാവരുടെയും കൂടി മുഖ്യമന്ത്രിയാണല്ലോ എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ വാദമാണ് ഇപ്പോൾ പ്രധാനമായും ഇവിടെ VD സതീശൻ പക്ഷം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. VD സതീശനും ഇതേ വാദം തന്നെയായിരിക്കും ഹൈക്കമാൻഡ് മുന്നിൽ ഉന്നയിക്കുക. അതാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കെ മുരളീധരൻ പരസ്യപ്പെടുത്തിയത് എന്ന് കൂടി പറയേണ്ടി വരും. എന്തായാലും ഫ്ലെക്സുകളുടെ കാര്യത്തിലൊക്കെ നമ്മൾ തുടക്കകാലം മുതൽ തന്നെ ഇവർ വന്ന സമയം മുതൽ തന്നെ ഫ്ലെക്സുകളൊക്കെ ഉണ്ട്. ഡൽഹിയിൽ സ്വാഭാവികമാണ് ഇങ്ങനെ എല്ലാ സംസ്ഥാനത്തും വരുന്ന നേതാക്കൾക്ക്, സ്വന്തം നേതാക്കൾക്ക്, ഡൽഹിയിൽ നിൽക്കുന്ന മലയാളി കോൺഗ്രസ്സുകാരിൽ ബഹുഭൂരിപക്ഷവും ഏതെങ്കിലും ഒരു നേതാവിനെ, പണ്ടും അങ്ങനെയാണ്, ഉമ്മൻചാണ്ടി വരുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പക്ഷക്കാരായ കുറേ പേർ, രമേശ് വരുമ്പോൾ രമേശിൻ്റെ പക്ഷക്കാരായ കുറേ ആളുകൾ, അങ്ങനെ ഉമ്മൻചാണ്ടി രമേശിൻ്റെ പക്ഷക്കാർ, അതിനു മുമ്പ് കരുണാകരൻ്റെ പക്ഷക്കാർ, അങ്ങനെ ഓരോരുത്തരുടെ, ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ പക്ഷക്കാരും VD സതീശൻ്റെയും ചെന്നിത്തലയുടെ പക്ഷക്കാരും എല്ലാം ഉണ്ട്. അതിനൊക്കെ അപ്പുറത്ത് ഇതൊന്നും കൊണ്ട് മുരളീധരൻ പറഞ്ഞതിൽ ഒരു വസ്തുതയുണ്ടോ? ഇങ്ങനെ ഫ്ലെക്സ് വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ തെരുവിൽ പ്രകടനം നടത്തിയതുകൊണ്ടോ ഹൈക്കമാൻഡ് തീരുമാനത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കില്ല, അല്ലെങ്കിൽ അത് അവർ പരിഗണിക്കില്ല എന്നത് കോൺഗ്രസിൻ്റെ ഇക്കാലം അത്രയും ചരിത്രം പരിശോധിച്ചാൽ അറിയാം. കോൺഗ്രസിന് വലിയ നഷ്ടമുണ്ടായതാണ് ആന്ധ്രാപ്രദേശിൽ ഈ തരത്തിലേക്ക് വലിയ ജനങ്ങളെ അണിനിരത്തി വലിയ സമ്മർദ്ദത്തിനൊക്കെ ജഗൻമോഹൻ റെഡ്ഡി ഒരുങ്ങിയതാണ്. അന്ന് ജഗൻമോഹൻ റെഡ്ഡിയും അദ്ദേഹത്തിൻ്റെ അമ്മയും കാണാൻ പോലും സോണിയാഗാന്ധി തയ്യാറായില്ല. പിന്നീട് ആന്ധ്രാപ്രദേശിൽ നിന്ന് കോൺഗ്രസ് തകർന്നു പോകുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തി. അത് മറ്റു കാര്യം. പക്ഷേ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു പൊതു രീതി ഇങ്ങനെയാണ്, എല്ലാ കാലത്തും അവർ സമ്മർദ്ദങ്ങൾ എവിടെ നിന്നെങ്കിലും വന്നാൽ ആ സമ്മർദ്ദത്തെ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ സമ്മർദ്ദത്തിന് വഴങ്ങി തീരുമാനങ്ങൾ എടുക്കില്ല. അപ്പോൾ കർണാടകയിലാണെങ്കിൽ DK ശിവകുമാർ വലിയ സമ്മർദ്ദം, DK ശിവകുമാർ വിചാരിച്ചാൽ കർണാടകയിൽ വലിയ റാലികൾ തന്നെ വേണമെങ്കിൽ ഒരു ദിവസം തന്നെ തീരുമാനത്തിൽ നടത്താനുള്ള ശേഷിയുള്ള നേതാവൊക്കെയാണ്. പക്ഷേ ആ സമ്മർദ്ദങ്ങൾ ഏതെങ്കിലും തരത്തിൽ ബാധിക്കില്ല എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. അവർ പരിഗണിക്കുന്നത് മറ്റ് താല്പര്യങ്ങൾ തന്നെയാവും, MLA-മാരുടെ താല്പര്യവും പാർട്ടിയുടെ പൊതുവായ താല്പര്യവും മുന്നണിയുടെ താല്പര്യം, അത്തരം താല്പര്യങ്ങളൊക്കെ സ്വാഭാവികമായും പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ആദ്യ റൗണ്ടിൽ ഈ നേതാക്കളെല്ലാം സ്വീകരിക്കാൻ പോകുന്ന നിലപാട് ഞാൻ മുഖ്യമന്ത്രി അല്ല എന്നുണ്ടെങ്കിൽ ഈ മന്ത്രിസ്ഥാനത്തെ കടക്കമില്ല, അല്ലെങ്കിൽ ഞാൻ ഒരു സ്ഥാനത്തേക്കുമില്ല എന്നുള്ള നിലപാടിൽ തന്നെയാവും രമേശ് ചെന്നിത്തലയായാലും VD സതീശനായാലും നിൽക്കാൻ പോകുക. അതിനുശേഷമാവും പിന്നീട് അടുത്ത റൗണ്ട് ചർച്ചകളൊക്കെ നടക്കുക. ആ ചർച്ചകൾ മാത്രമാണ് അക്കാര്യത്തിൽ എന്തെങ്കിലും വിട്ടുവീഴ്ച ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആരെങ്കിലും ചർച്ചകൾ അത് നടക്കട്ടെ. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ആകാംക്ഷയോടെ, അത് കറുത്ത പുകയാണോ വെള്ളപ്പുകയാണോ ഡൽഹിയിൽ നിന്ന് ഉയരുന്നത് എന്ന് കാത്തിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. ഡാൻ, ഒറ്റയ്ക്കൊരു കാര്യം കൂടി ചോദിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതായത് ഈ ഘടകകക്ഷികളുടെ നിലപാട് നിർണായകമാണ് എന്ന് പറഞ്ഞല്ലോ. ഇതിനിടയിലാണല്ലോ മുസ്ലിം ലീഗിൻ്റെ ഇടപെടൽ. അതായത് പ്രിയങ്ക ഗാന്ധിയുമായി, ഇപ്പോൾ വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി ജയിക്കുന്നതിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നത് മുസ്ലിം ലീഗ് വോട്ടർമാരാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗിൻ്റെ വോട്ട് നേടിയാണ് പ്രിയങ്ക ഇപ്പോൾ ലോക്സഭയിലിരിക്കുന്നത്. നേരത്തെ രാഹുൽ ഗാന്ധിയും. ആ ഒരു സാഹചര്യം ഉള്ളപ്പോൾ പ്രിയങ്കയുമായി ലീഗ് നേതൃത്വം സംസാരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അതിലൊക്കെ എന്തെങ്കിലും ഒരു വ്യക്തതയുണ്ടോ? അത് വളരെ നിർണായകമായിട്ടുള്ള നീക്കമല്ലേ? ഘടകകക്ഷികളുടെ താല്പര്യം, പ്രധാനപ്പെട്ട പാർട്ടിയാണ് UDF-ലെ ലീഗ്. 75 സീറ്റുകളുമായിട്ടായിരുന്നു UDF അധികാരത്തിലേക്ക് എത്തുന്നതെങ്കിൽ ലീഗ് എടുക്കുന്ന ആ നിലപാട് എപ്പോഴും നിർണായകമായി മാറുമായിരുന്നു. ഒരുപക്ഷെ ലീഗ് തീരുമാനിക്കുന്നയാൾ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. ലീഗിന്റെ പിന്തുണ ഇല്ലെങ്കിലും മറ്റ് ചെറുകക്ഷികളെ ഒപ്പം ചേർത്തുകൊണ്ട് UDF-ന് പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയും. 63 സീറ്റുകൾ കോൺഗ്രസിന് മാത്രമായി ഉണ്ട്. കേവല ഭൂരിപക്ഷമായ 71ലേക്ക് അധികമായി 8 സീറ്റുകൾ മാത്രം മതി. അത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ 7 സീറ്റുകളും അതോടൊപ്പം തന്നെ RSPയുടെ സീറ്റുകളും ഇത് KK രമ അടക്കമുണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ലീഗിന്റെ പിന്തുണയില്ലാതെ സർക്കാർ രൂപീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് വലിയൊരു വിജയമാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുക എന്നതിനപ്പുറത്തേക്ക് ആ അഭിപ്രായത്തോട് ഹൈക്കമാൻഡിന് എങ്ങനെ ഒരു അനുകൂല തീരുമാനമെടുക്കാൻ കഴിയും എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. നമുക്കറിയാം KC വേണുഗോപാലിന്റെ അടുത്ത വിശ്വസ്തനായ മാത്യു കുഴൽനാടൻ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവന വലിയ തരത്തിൽ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ലീഗിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോൺഗ്രസ് ഇടപെടാറില്ല. കോൺഗ്രസ് ലീഗിന്റെ മന്ത്രിമാരെ തീരുമാനിക്കുന്നത്
എന്നതിനും ഇടപെടാറില്ല. അങ്ങനെ ഒരു സാമാന്യ മര്യാദ തിരിച്ചും പ്രതീക്ഷിക്കുന്നു. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ആരാകണമെന്ന് കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നത്. അതിൽ ലീഗ് അധിക ഇടപെടൽ നടത്തേണ്ടതില്ല എന്ന തരത്തിൽ മാത്യു കുഴൽനാടൻ നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ വലിയ തരത്തിൽ പ്രതിഷേധവുമായി ലീഗിന്റെ അണികൾ സൈബറിടങ്ങളിലടക്കം രംഗത്ത് വരികയും മാത്യു കുഴൽനാടനെതിരെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ മൂവാറ്റുപുഴയിലടക്കം പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ലീഗ് തങ്ങളുടെ നിലപാട് അറിയിച്ചിട്ടുണ്ട്. ലീഗിനെ ഹൈക്കമാൻഡിന്റെ നിലപാട് ഇത് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അറിയിക്കും. അതിനോട് ലീഗ് പിന്നീട് എന്ത് പ്രതികരണമായിരിക്കും നടത്തുക എന്നതായിരിക്കും ഒരുപക്ഷേ ഈ വിഷയത്തിൽ ഇനി നിർണായകമായി മാറുക. റൈറ്റ്. എന്നാലും കിരൺ ബാബുവിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. തൊട്ട് മുമ്പാണ് കേരള ഹൗസിൽ ഇപ്പോൾ രമേശ് ചെന്നിത്തല എത്തുന്ന ദൃശ്യങ്ങളാണ് ആദ്യം പ്രേക്ഷകർ കണ്ടത്. ഡാൻ ലൈവ് നൽകിയപ്പോൾ നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടു. കിരൺ, ചെന്നിത്തല എന്താണ് പറഞ്ഞത്? എന്തെങ്കിലും പ്രതികരിച്ചോ മാധ്യമങ്ങളോട്? അദ്ദേഹം ഒന്നും തന്നെ പ്രതികരിച്ചില്ല. അദ്ദേഹം അങ്ങനെ ഒരു നിലപാടിൽ തന്നെ ഇന്നലെ മുതൽ തന്നെ നിൽക്കുകയായിരുന്നു. ഈ ചർച്ചയ്ക്ക് മുമ്പ് അത്തരമൊരു പ്രതികരണം വേണ്ട എന്നുള്ള നിലപാടിൽ തന്നെയാണ്. അത് വി.ഡി. സതീശനും അതേ നിലപാടിൽ തന്നെയാണ് നിൽക്കുന്നത്. ചർച്ച നടത്തുന്നതിന് മുമ്പ് ഹൈക്കമാൻഡ് പ്രതികളുമായി ആദ്യം അഭിപ്രായം അറിയിക്കുക, ഹൈക്കമാൻഡിന്റെ അഭിപ്രായം അറിയുക. അതിനുശേഷം ആവശ്യമെങ്കിൽ അവിടെ നിന്നുള്ള പ്രതികരണത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാവും ഇവരുടെയൊക്കെ ഏതെങ്കിലും തരത്തിൽ പ്രതികരണം ഉണ്ടാവുക. കാരണം ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് ഇനി ഒരു സമ്മർദ്ദത്തിലേക്ക് നേരിട്ട് ഈ നേതാക്കൾ ഇനിയിപ്പോൾ പ്രകടനം നടത്തിയതോ അല്ലെങ്കിൽ ഫ്ലെക്സ് വെച്ചതോ ഒക്കെ ഇവർക്ക് വേണമെങ്കിൽ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല എന്നത് കൃത്യമായി പറയാം. പക്ഷേ രമേശ് ചെന്നിത്തല അത് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ എനിക്ക് വേണ്ടി എവിടെയെങ്കിലും ഫ്ലെക്സ് ഒപ്പിക്കുകയോ അല്ലെങ്കിൽ പ്രകടനം നടത്തിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, ഞാൻ ഇത്ര കാലവും അത്ര കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് അദ്ദേഹം അത് കൃത്യമായി ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിട്ടുണ്ട്. ഇനി ഫ്ലെക്സ് വെക്കുകയും ഒക്കെ വന്നത് അത് ഹൈക്കമാൻഡ് തന്നെ ഭാഗമായ വി.ഡി. സതീശൻ്റെ ഭാഗത്തു നിന്നും അതോടൊപ്പം തന്നെ കെ സി വേണുഗോപാലിൻ്റെയും വി.ഡി. സതീശൻ്റെയും ഭാഗത്തു നിന്നാണ്. ഹൈക്കമാൻഡിൻ്റെ ഭാഗമായി ഉദ്ദേശിച്ചത് കെ സി വേണുഗോപാലിനെയാണ്. അതും അവർക്ക് വേണമെങ്കിൽ ഒഴിയാം, ഞങ്ങളല്ല പ്രവർത്തകർ വെച്ച ഫ്ലെക്സാണ് അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല എന്നൊക്കെ പറഞ്ഞു പോയി. പക്ഷേ ഇവിടെ ഒരു പ്രതികരണം നടത്തിയാൽ ആ പ്രതികരണത്തിൽ ഏതെങ്കിലും തരത്തിൽ ഒരു വാക്കെങ്കിലും മറിഞ്ഞുപോയാൽ അത് സ്വാഭാവികമായും ഇവർക്ക് ഇതിൻ്റെ എല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടി വരും. ആ ജാഗ്രതയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡ് മുന്നിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു നല്ല കുട്ടി ചമയൽ. ആ ഒരു ജാഗ്രത തന്നെയാണ് വി.ഡി. സതീശനായാലും അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലായാലും അവരെല്ലാവരും കാണിക്കുന്നത്. അവിടെ ഒരു സമ്മർദ്ദത്തിന് ഞങ്ങളില്ല, ഞങ്ങൾ പാർട്ടിയുടെ തീരുമാനം അനുസരിക്കാൻ നിൽക്കുകയാണ്, ഞങ്ങളുടെ അവകാശവാദങ്ങൾ അവതരിപ്പിക്കുന്നു. ഈ അവകാശവാദം നമ്മൾ നേരത്തെ പറഞ്ഞു, അവകാശവാദങ്ങൾ പ്രധാനമായി ഇവർ ഉന്നയിക്കുക. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കല്ല എന്നുണ്ടെങ്കിൽ തങ്ങൾ ഈ മന്ത്രിസഭയിലേക്ക് ഇല്ല എന്നുള്ള നിലപാട് തന്നെയാവും ഈ രണ്ടുപേരും. തുടക്കത്തിൽ കെ സി വേണുഗോപാലിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തില്ലെങ്കിൽ മന്ത്രിസഭയിൽ നിന്നൊരു ചോദ്യം അവിടെ ഉയരുന്നില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രി അല്ല എന്നുണ്ടെങ്കിൽ മന്ത്രിമാരായിരിക്കാൻ ഇവരാരുമില്ല എന്നുള്ള നിലപാടാവും ചർച്ചയുടെ തുടക്കത്തിലുണ്ടാവുക. അതിനുശേഷമാവും അക്കാര്യത്തിൽ ഏതെങ്കിലും മാറ്റം വരുന്നെങ്കിൽ ഹൈക്കമാൻഡ് ഇടപെടലനുസരിച്ചായിരിക്കും മാറ്റം ഉണ്ടാവുക. റൈറ്റ്. കിരൺ ബാബു കേരള ഹൗസിന് മുന്നിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്. എന്താണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഇന്ന് വരാനുണ്ട്, ഒരുപാട് അപ്ഡേറ്റുകൾ വരാനുണ്ട്. കൂടിക്കാഴ്ച എപ്പോഴുണ്ടാകുമെന്നൊക്കെയാണ് ആകാംക്ഷയുടെ ഉറ്റുനോക്കുന്നത്. കിരണും ഡാൻ കുര്യനും വിവരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും പ്രേക്ഷകർക്ക് മുന്നിലേക്ക് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുന്നത് വരെ. മുഖ്യമന്ത്രി പോരിൽ വി.ഡി. സതീശന്റെ മംഗലാപുരം യാത്ര ആയുധമാക്കി എതിർപക്ഷം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.